വെൽക്കം ടു ഗ്രാമർ ടിപ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് ഒരു ഇത്തിരി റവ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള റവ കേസരി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മുടെ വീഡിയോയിൽ എല്ലാ റവ ഉണ്ടാകും. നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാനും ഇപ്പോൾ റവ ദോശയൊക്കെ ഉണ്ടാക്കാനൊക്കെ അല്ലേ. അപ്പോൾ അത് ഇല്ലെങ്കിൽ ഒരു കുറച്ചുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പലഹാരം നമുക്ക് ഉണ്ടാക്കാം, റവ കേസരി. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വെറും ഒരു 10 മിനിറ്റും കൂടി നമുക്ക് ആവശ്യമുള്ളത് ചെയ്തെടുക്കാനായിട്ട്. നല്ല സ്മൂത്ത്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ 1/2 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു മെഷർമെൻറ്റ് ഗ്ലാസിൻ്റെ അളവിലാണ് ഇനിയുള്ള മെഷർമെൻറ്റ്സ് എല്ലാം. അപ്പോൾ റവ ഞാൻ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിൽ എടുക്കാം, അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ 1/2 ഗ്ലാസ് റവ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് 1/4 ഗ്ലാസ് പഞ്ചസാരയും ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളവും ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ റവ 1/2 ഗ്ലാസ് എടുത്തപ്പോൾ 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1/2 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ നെയ്യും. അപ്പോൾ ഈ ഒരു എത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ കാഷ്യൂ നട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാകും. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. റവ തമ്മിൽ അധികം ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനും ഒക്കെയാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്കൊരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് കൂടുന്തോറും അതിന് ടേസ്റ്റ് കൂടും, അത് ചീത്തയാവില്ല, അങ്ങനൊരു ഇതുണ്ട്. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നെയ്യ് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വലിയവരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നെയ്യ് കുറച്ച് ചെയ്യാവുന്നതാണ്. അപ്പം നെയ്യ് ഇട്ട് നമ്മൾ വെള്ളം നല്ലവണ്ണം നെയ്യ് ഇതും കൂടി യോജിപ്പിച്ച ശേഷം നമുക്ക് റവ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വെള്ളം വെട്ടിത്തിളച്ച ശേഷം മാത്രമേ നമ്മൾ റവ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതേ റവ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ ഇടാം, കാരണം എല്ലാവരും ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നമ്മളത് നല്ലവണ്ണം കട്ട ഇല്ലാതെ യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഡിപ്പെൻസ് നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഫുഡ് കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അത് കുറച്ച് ചേർക്കുന്നുള്ളൂ, ഒരു വീഡിയോയിൽ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ലവണ്ണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. കട്ടയെല്ലാം നല്ലവണ്ണം നമ്മൾ ഇത് വെച്ചിട്ട് നല്ലവണ്ണം ഉടച്ചെടുക്കുക. അപ്പോൾ അത് ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. കാരണം അത് റവ നല്ലവണ്ണം ഒന്ന് കുക്കായി വരാനായിട്ടാണ് നമ്മൾ മൂടി വെച്ചത്. നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് റവ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് നമ്മളെടുത്തത് അല്ലേ. അപ്പോൾ ആ പഞ്ചസാര നമ്മളതിൽ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ അത് ശരിക്കും പറഞ്ഞു തന്നെ കുറച്ചൊന്ന് ലൂസാവും. പിന്നെ അതിന് ശേഷം വീണ്ടും അത് ടൈറ്റാവും. പിന്നെ നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു സ്പൂൺ നെയ്യ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ അത്യാവശ്യം നിങ്ങൾക്ക് 2-3 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനൊരു 2 ഡ്രോപ്സ് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടം നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട, നമുക്ക് താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നത്. അപ്പം ഞാനൊരു വീഡിയോയുടെ ഭംഗിക്ക് വേണ്ടി മാത്രമേ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തുന്നുള്ളൂ. അതിന് ശേഷം നമ്മളതിന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. കാരണം നല്ലവണ്ണം ഇളക്കി ഇത് ആക്കിയെടുക്കേണ്ടതാണ്. അപ്പം നമ്മളത് നല്ലവണ്ണം ആ ഫുഡ് കളർ അതുമായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നെയ്യും പഞ്ചസാരയും എല്ലാം കൂടിയിട്ട്. അപ്പം നെയ്യും എല്ലാം കൂടി യോജിച്ച് വരുമ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു പാനിൽ നിന്നും ഇങ്ങനെ ഇളകി വരുന്ന പരുവം ആവും. ഇത് കണ്ടില്ലേ, ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറുതീയിൽ വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട്. 10 മിനിറ്റും കൂടി ആവശ്യമില്ല. റവ കുക്കാവാൻ എത്ര തന്നെ സമയം വേണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ദോശമാരി അപ്പുറം ഇപ്പുറമൊക്കെ ഇതിങ്ങനെ ആകുന്ന സമയമാകുമ്പോൾ നമുക്കിത് ആയി എന്നർത്ഥമാണ്. അപ്പം നമുക്കൊരു ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഒരു ബൗളിൽ നമ്മൾ കുറച്ച് നെയ്യാക്കിയിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇത് ഇടുക. അപ്പോൾ ഒന്ന് തണുത്ത് കഴിയുമ്പോഴാണ് ഒന്ന് നല്ല ടേസ്റ്റ് വരിക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സമയത്ത് ഞാനതിൽ ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഒരു നുള്ള ഏലക്കപ്പൊടി കൂടി നമ്മൾ പഞ്ചസാര ഇടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ക്യാമറയിൽ വന്നിട്ടില്ല. ഇത് നല്ലവണ്ണം ഒന്ന് സ്പൂൺ വെച്ച് അമർത്തി ഇതാക്കുക. നമുക്കിതിൽ തന്നെ കാഷ്യൂ നട്ടൊക്കെ വേണമെങ്കിൽ അലങ്കരിക്കാൻ ചെയ്യാവുന്നതാണ്.
ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. സംഭവം ദേ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇതാവാം. ഇത്തിരി റവ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. കടയിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ബിസ്ക്കറ്റും സാധനങ്ങളും കൊടുക്കാതെ ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ലതാണ് ഹെൽത്തിന്. നമ്മൾ വീട്ടിലിപ്പോൾ ഇരിക്കുന്ന ഒരവസ്ഥയിൽ എല്ലാവർക്കും ഇതൊരു അടിപൊളി സ്നാക്സ് തന്നെ ആയിരിക്കും 4 മണിക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ടപ്പോൾ കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.